യേശുവെ നന്ദി, യേശുവെ ആരാധന. ഇവിടെ വന്ന് എൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, ഈ ധ്യാനത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്കിപ്പോൾ ഒത്തിരി സന്തോഷമാണ്. കാര്യം എന്നാന്ന് വെച്ചാൽ, ആദ്യത്തെ ദിവസം നിങ്ങൾ തമ്മിൽ രഹസ്യം കുശുകുശ പറയുക, എന്നിട്ട് പുറമുകൾ പ്രഘോഷിക്കണമെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ വെച്ച് ആദ്യത്തെ ദിവസം കഴിഞ്ഞു, പിറ്റേ ദിവസം ഇനി അതുണ്ടാവില്ലായിരിക്കുമെന്ന്. അന്നേരം എന്താ, പിറ്റേ ദിവസം അത് കണ്ടിന്യൂ ചെയ്യണോ ഓരോ ദിവസവും. അയ്യോ, സൂപ്പർ ട്രെയിനിങ്. അപ്പോൾ ഞാൻ ഇന്ന് ആദ്യത്തെ ദിവസം പറഞ്ഞതല്ലേ, രണ്ടാമത്തെ ദിവസം എഴുന്നേൽക്കണ്ട, അവിടെ ഇരുന്നു. ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിലുള്ള ഇത് കേൾക്കട്ടെ. അത് കഴിഞ്ഞിട്ട് എനിക്ക് പറയാൻ ഈശോ അനുവദിക്കുവാണെങ്കിൽ ഞാൻ പറയാം, ഇല്ലെങ്കിൽ വേണ്ട. എനിക്ക് അതിനുള്ള സ്റ്റേജ് ആണോ ഇത്? എനിക്കതൊക്കെ പറയാനുള്ളതാണോ? അങ്ങനെയാണെങ്കിൽ മാത്രമേ കർത്താവ് എന്നെ ഇവിടെ കൊണ്ട് നിർത്താവൂ എന്നുള്ള ഒരു റിക്വസ്റ്റും കൂടെ ഞാൻ ഈശോയോട് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അന്നേരം അന്ന് ചായക്ക് മോർണിംഗ് സെക്ഷൻ കഴിഞ്ഞിട്ട് ചായക്ക് വിടുന്ന സമയമായിട്ടോ ഞാൻ ആ പഠിക്ക കടന്നതേ ഉള്ളൂ. വാതിൽക്ക് എത്തിയപ്പോൾ, കർത്താവേ, ഇന്നലെ പറഞ്ഞവരും ഇന്ന് എണീറ്റ് പോയി ചാടി പറഞ്ഞു. ഞാൻ പറയാതിരുന്നാൽ എന്തേലും കുറവായിപ്പോയോ എനിക്കറിയില്ല. എന്നാലും ഞാൻ സ്വയം ഉള്ളിൽ ആശ്വസിക്കുന്നുണ്ട്. എനിക്ക് പറയേണ്ട ഒരു വേദിയാണെങ്കിൽ മാത്രമേ അനുവദിക്കാവൂ. കാര്യം എൻ്റെ ജീവിതം തന്നെ എന്തുവാ തമ്പുരാനെ, ഞാൻ എപ്പോഴും പറയും, എന്താ പറയുക, നമ്മൾ സൂപ്പർ നാച്ചുറൽ ഒന്നും അത് അഹങ്കാരമായിപ്പോ, ആത്മീയ അഹങ്കാരമായിപ്പോ, അങ്ങനെയൊന്നുമല്ല, മിറക്കിളാണെന്ന്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ 16-ാമത്തെ വയസ്സിൽ ഹോളി സ്പിരിറ്റ് പ്രാപിച്ച ആളാണ്. അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഓരോ സർവൈവലെന്ന് പറയാം, അത് തന്നെ എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചു ഈ ധ്യാനത്തിന്. കാര്യം പോയ മാസം ഞാനൊരു ധ്യാനം കൂടിയായിരുന്നു. അവിടെ ഞാൻ വചനം കേൾക്കാൻ എനിക്ക് ഒത്തിരി ദാഹമാണ്. കുട്ടിയായിരിക്കുമ്പോഴേ, പാരൻസ് എല്ലാം രണ്ടുപേരും ഗവൺമെൻറ് എംപ്ലോയിയാണ്, ഗസറ്റോ ഓഫീസേഴ്സാണ്. പക്ഷേ അവർക്ക് ട്രാൻസ്ഫറായി പോകുമ്പോൾ കുട്ടിക്കാലം മുതലേ വേറിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം. ഞാനിവിടെ ധ്യാനത്തിനിരിക്കുമ്പോൾ അതെല്ലാം എന്നെ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ, നീ അന്ന് ഇങ്ങനെ എന്നോട് പറഞ്ഞില്ലേ, നീ അന്ന് നിൻ്റെ മനസ്സ്, ഞാൻ എപ്പോഴും പറയും, ഈശോയ്ക്ക് കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സ് മാത്രമല്ല, ഈശോയെ എൻ്റെ എൻ്റെ ഫ്ലഷ് എല്ലാം നിനക്കെന്ന് പറയുന്ന ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ കുറേ ഇങ്ങനെ കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താ പറയുക, ഒരു ലീഡർ ഇല്ലാഞ്ഞിട്ടാണോ എന്തോ, നമ്മൾ എന്താ പറയുക, ഒരു വെള്ളി തിങ്കിങ് ഒക്കെ വന്ന് ഒത്തിരി അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വന്നു. ഞാൻ ഈ ധ്യാനത്തിന് പ്രത്യേകമായിട്ട് ഞാനൊരു ബൈബിൾ ക്ലാസ് സ്റ്റഡി ചെയ്യുന്നുണ്ട്. എന്നോടൊപ്പം ഒരു സുഹൃത്ത് ഇവിടെ ഇരിപ്പുണ്ട്. പേര് പറയാവോ എന്നറിയത്തില്ല, കുനിഞ്ഞായിരിക്കുന്നത്. എനിക്ക് കാണാം, പക്ഷേ എനിക്ക് പെർമിഷൻ ഉണ്ടെങ്കിൽ ഞാൻ പറയാം. തിരിഞ്ഞു നോക്കിയപ്പോൾ കുനിഞ്ഞ് തന്നെ ഇരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റിയില്ല. പറയട്ടെ എന്ന്. യെസ്, പുള്ളിക്കാരത്തി പറയുന്നുണ്ട് പറയാമെന്ന്. കാര്യം പ്രമീജയ എന്നോട് ബൈബിൾ ക്ലാസ്സിലിരിക്കുമ്പോൾ, ഞാൻ അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ എല്ലാവരോടും വലിയ എന്താ പറയുക സന്തോഷമാണ്. പക്ഷെ എൻ്റെ ഉള്ളിൽ ഒരു തീയുണ്ട്. അത് ഞാൻ ആരെയും കാണിക്കാറില്ല, ഒളിച്ചു വെക്കുന്നതാണ്. എല്ലാവരും കാണുമ്പോൾ പറയും, കാർമൽ സ്കൂളിലെ പ്രിൻസിപ്പൽ സിസ്റ്റർ റെനീറ്റ, പുള്ളിക്കാരത്തെ ഞാൻ കാണാൻ ഒരാവശ്യമായിട്ട് പോയപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലിങ്ക് ചെയ്ത് പറയുവാണ്. ഒന്ന് ക്ഷമിക്കണം, ഇച്ചിരി സമയം എടുത്താൽ കുഴപ്പമില്ലല്ലോ. താങ്ക് ഗോഡ്. സമയമില്ല, അപ്പം എൻ്റെ വേദി അല്ല, അതുകൊണ്ട് ഞാൻ വേഗം നിർത്താം. ഓക്കെ, താങ്ക് യു. അന്നേരം കാര്യം എന്നാന്ന് വെച്ചാൽ, ഞാൻ ഫസ്റ്റ് എണീറ്റോടി 4 പ്രാവശ്യം എണീറ്റപ്പോഴും എനിക്ക് വരാം. അതാ ഞാൻ പറഞ്ഞ, എനിക്ക് ഒത്തിരി സന്തോഷമായി. ഒത്തിരി പേര് എണീറ്റ് വന്ന് പറയാൻ, ആത്മാവ് പ്രവർത്തിച്ചല്ലോ, നിങ്ങളെ ശക്തിപ്പെടുത്തിയല്ലോ, അതിലെനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ട്. ആ സന്തോഷം അറിയുകയാണ്. അപ്പോഴത്തേക്ക് ഞാൻ വരാൻ, ആ പ്രമീജ എന്ന് പറഞ്ഞിട്ട് ആ സിസ്റ്ററാണ്. ഞാൻ സുനി ഒരു ധ്യാനമുണ്ട്, എനിക്കാണ് വചനം കേൾക്കാനും ഇഷ്ടം, വേറൊന്നും ചിന്തിക്കില്ല, സഡന് ഞാൻ ഓടും. പിന്നെ ദാനിയേൽ അച്ഛനെ കുറിച്ച് എനിക്ക് പറയാൻ, എനിക്ക് ദാനിയേൽ അച്ഛനെ കാണാനും ഒരു അവസരം ഉണ്ടാക്കി തന്ന പുള്ളിക്കാരത്തിയാണ്. അതിനു മുമ്പ് റാന്നിയിൽ ഒരു റീട്രീറ്റ്, 1 ഡേ റീട്രീറ്റിന് അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. അന്നേരം എനിക്ക് ഭയങ്കര ദാഹമാണ്.
അന്നേരം ഞാൻ പറയുക, എനിക്ക് ഏതെങ്കിലും പ്രാർത്ഥിക്കുന്ന ഒരു അച്ഛനെ എനിക്കൊന്ന്, അപ്പോഴാണ് ഞാൻ അറിഞ്ഞ അച്ഛൻ അവിടെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ വിഷയം ഒന്ന് അച്ഛനോട് സംസാരിക്കുമോ. ഞാനിത് വൈദികരെ താഴ്ത്തിക്കെട്ടാനൊന്നും പറയുന്നതല്ല, പക്ഷേ ഇത് കൃപയുടെ വർഷമായിട്ട് നമ്മൾ ആചരിക്കുന്നുണ്ട്, കാരുണ്യത്തിൻ്റെ വർഷമായിട്ട് ആചരിക്കുന്നതുകൊണ്ട് നെക്സ്റ്റ് മന്ത് അത് അവസാനിക്കുകയും കൂടി ചെയ്യുക. നമ്മൾ വൈദികർ എല്ലാവരും അഭിഷിക്തരാണ്, പക്ഷേ ഒരാൾ തന്നെക്കാൾ കുറവെന്നോ അങ്ങനെ ഒരു ചിന്ത എനിക്ക് ധ്യാനത്തിൽ അത് പറയാതെ പോയാൽ എന്തേലും അവരുടെ ആ ഉള്ളിലെ ചിന്ത ഒന്ന് മാറുവാണെങ്കിൽ അത് നല്ലതായിരിക്കുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് വേണ്ട. അപ്പോഴത്തേക്ക് അങ്ങനെ എനിക്ക് വരാൻ പറ്റില്ല, ഞാൻ ഇവിടെ വരാനായിട്ട്. അപ്പോൾ അതായത് നമ്മുടെ അപ്പൻ കുഞ്ഞുങ്ങൾ അപ്പം ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കും, ഇങ്ങനെ വചനമുണ്ട്, സ്വർഗസ്ഥനായ പിതാവ് എത്ര അധികമെന്ന്. കാര്യം അന്ന് ഞാൻ ദാഹിച്ചു, എനിക്കെങ്ങനെയും ഒരു പ്രാർത്ഥന കിട്ടുന്ന ഒരു ഇത് വേണം. കാര്യം അത്രയും ഒരു സമയം ഞാൻ വീട്ടിലൊരു ശൂന്യത അനുഭവപ്പെടുന്ന, പ്രാർത്ഥിക്കും, വചനം പഠിക്കും, ബൈബിള് മൊത്തവും വായിച്ചു, എല്ലാം ഇങ്ങനെ ഭയങ്കര ആഗ്രഹത്തോടെ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് എനിക്കിവിടെ വചനം ഈ ധ്യാനത്തിന് വരാനായിട്ട് ഞാനിങ്ങനെ ഓടി വരുന്ന ആദ്യത്തെ ദിവസം എനിക്ക് ബ്രദറിനെക്കുറിച്ച് യാതൊന്നും ഞാൻ കേട്ടിട്ട് പോലും ഇല്ല. കാര്യം എന്നാന്ന് വെച്ചാൽ ഓരോ ചോദ്യത്തിനുള്ള എൻ്റെ മറുപടിയാണ് ഓരോ വചനങ്ങളും എനിക്ക് നൽകപ്പെട്ടുകൊണ്ടിരുന്നത്. ഞാൻ രണ്ടാമത്തെ ദിവസം ഇത് കുർബാനയുടെ സമയത്ത് ശരിക്കും ഞാൻ ഈശോയെ അനുഭവിച്ചു, ശരിക്കും വിഷൻ കണ്ടു. എൻ്റെ തലയ്ക്ക് മേലെ ഒരു ക്രൗൺ വന്നിങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാൻ മേലോട്ട് നോക്കാനും വയ്യ, പക്ഷേ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല ഗോൾഡൻ കല്ല് പതിച്ച് നല്ല പളവള തിളങ്ങുന്നുണ്ട് ഒരു ക്രൗൺ. പിന്നെ വീട്ടിലായിരിക്കുമ്പോൾ ഞാനിങ്ങനെ എൻ്റെ പേര് വിളിക്കുന്ന സൗണ്ട്. അപ്പോൾ ഞാനൊരു ചേച്ചിയോട്, വചനമൊക്കെ ആയിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു ചേച്ചിയോട് ഞാനിങ്ങനെ സംസാരിക്കും, ഇങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായി. അപ്പോൾ ചേച്ചി പറഞ്ഞു, പിശാചും ഇങ്ങനെ പേരൊക്കെ വിളിക്കും സുനി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഈശോയെ ആണോ, എനിക്കിപ്പോൾ അറിയത്തില്ല, ഈശോയാണോ വിളിച്ച്. ഞാൻ വീണ്ടും അപ്സെറ്റായി. അങ്ങനെ ഇവിടെ വന്നപ്പോൾ വീണ്ടും ആ ഒരു കോളിംഗ് എനിക്ക് ലഭിച്ചു. അങ്ങനെ ഒത്തിരി പറഞ്ഞാൽ തീരാത്ത ഒത്തിരി അനുഭവങ്ങളായിരുന്നു. താങ്ക് ഗോഡ്, പ്രൈസ് ജീസസ്, പ്രൈസ് ലോർഡ്.